ഹായ് ഹലോ. അങ്ങനെ നമ്മുടെ ബാംഗ്ലൂർ മൈസൂർ ട്രിപ്പിൻ്റെ അവസാനത്തെ ദിനം, ദ 4th ഡേ മൈസൂരിലാണുള്ളത്. സോ ബ്രേക്ക്ഫാസ്റ്റിന് മൈസൂർ സ്പെഷ്യലായ മൈസൂർ ദോശ തന്നെ ഓർഡർ ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മൈസൂർ പാലസിലേക്കാണ്. ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലുള്ളൊരു കാര്യമായിരുന്നു മൈസൂർ പാലസ് വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. കാരണം ഇത്രയും കാലമായിട്ടും അമ്മ മൈസൂർ പാലസിൻ്റെ ഉൾവശം കണ്ടിട്ടില്ലായിരുന്നു. ഒരുപാട് കാലമായിട്ട് പറയുന്നൊരു കാര്യമാണ് എനിക്കൊന്ന് മൈസൂർ പാലസ് കാണും. സോ ഈ ട്രിപ്പിൽ അതങ്ങോട്ട് ഫുൾഫിൽ ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരുന്നു ആദ്യമേ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 10:30 നമ്മൾ മൈസൂർ പാലസിൻ്റെ ഉള്ളിലെത്തി. ഏകദേശം 500 വർഷത്തോളം മൈസൂർ ഭരിച്ചിരുന്ന വോഡയാർ ഫാമിലിയുടെ വസതിയായിരുന്നു ഈ കൊട്ടാരം. അന്ന് ഇത് അറിയപ്പെട്ടിരുന്നത് അംബാവിലാസ് പാലസ് എന്നാണ്. 14-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ആദ്യ കൊട്ടാരം ഒരു വിവാഹ ചടങ്ങിനിടയിൽ കത്തിച്ചാമ്പലാവുകയും പിന്നീട് 1897-നും 1912-നും ഇടയിലാണ് ഇന്നത്തെ ഈ കാണുന്ന കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ ഹെൻറി ഇർവിനെ അന്നത്തെ മഹാരാജാവായ കൃഷ്ണരാജ വോഡയാർ 4-മനും അമ്മ മഹാറാണി കെമ്പഞ്ഞാനമണി ദേവിയും ആ ദൗത്യം ഏൽപ്പിക്കുകയായിരുന്നു. ഹെൻറി ഇർവിൻ ഹിന്ദു, രജപുത്ര, മുഗൾ, ഗോത്തിക് ശൈലികളെല്ലാം ഉൾപ്പെടുത്തി ഇന്തോ സർസൈനിക് രീതിയിലാണ് ഇന്നത്തെ ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാനാവുക കുറച്ച് വിശിഷ്ട വസ്തുക്കളാണ്. അതായത് ആഭരണപ്പെട്ടികളും അതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന വിലപിടിപ്പുള്ള വസ്തുക്കളും മറ്റും. ശേഷം നമുക്ക് പെയിൻറ്റിങ്ങുകൾ കാണാനാവും. അതായത് അന്നത്തെ കാലത്ത് ഇവിടെ താമസിച്ചിരുന്ന ആളുകളുടെ, വോഡയാർ രാജവംശത്തിൽപ്പെട്ട ആളുകളുടെ പെയിൻറ്റിങ്ങുകളും കൂടെ ഇവിടെ താമസിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ പെയിൻറ്റിങ്ങുകളും നമുക്കിവിടെ കാണാനാവും. പിന്നെ നമുക്ക് കാണാനാവുക ദർബാർ ഹാളുകളാണ്. പ്രധാനമായും 2 ദർബാർ ഹാളാണ് ഈ കൊട്ടാരത്തിലുള്ളത്. ശരിക്കും ഈ പാലസിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ മറ്റേതോ ലോകത്ത് എത്തിച്ചേർന്ന പോലെ, ഏതോ ഒരു കാലഘട്ടത്തിൽ ഏതോ ആളുകൾ താമസിച്ച് അന്ന് അവർ ഒരു ടെക്നോളജിയും ഇല്ലാതെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള കൊത്തുപണികളും അതും എന്താ പറയുക, വർണ്ണിക്കാൻ അല്ലെങ്കിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് വാക്കുകൾ കിട്ടുമെന്ന് അറിയില്ല. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആർക്കിടെക്ചറാണ് മൈസൂർ പാലസിൻ്റേത്. ആർക്കിടെക്ചർ മാത്രമല്ല, അതിലുള്ള ഓരോ വസ്തുക്കളും നമുക്ക് കാണാനാവുക ആ രീതിയിലാണ്. നമ്മൾ കുറച്ച് സമയത്തേക്കെങ്കിലും വേറൊരു കാലഘട്ടത്തിലേക്ക് പോയി പോകും. ഇനി ഈ കൊട്ടാരത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള എന്താണെന്ന് ചോദിച്ചാൽ അതൊരു പല്ലക്കാണെന്ന് പറയേണ്ടി വരും. കാരണം ഏതാണ്ട് 750 കിലോയോളം ഗോൾഡും രത്നങ്ങളും പതിപ്പിച്ച ഈ കാണുന്ന പല്ലക്കിലാണ് ചാമുണ്ഡി ദേവി വിഗ്രഹം ദസറയുടെ അന്ന് മൈസൂർ പാലസിൽ നിന്നും ബന്നിമണ്ട എന്ന സ്ഥലത്തേക്ക് അലങ്കരിച്ച് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നത്. കൊട്ടാരത്തിലെ 2 ദർബാർ ഹാളുകളിൽ ഒന്നാണ് ഈ കാണുന്നത്. അതായത് രാജാവും പ്രജകളും മുഖാമുഖം കാണുന്ന ഒരിടം. എവിടെ ഇരുന്നാലും പ്രജകൾക്ക് മുഖം കാണുന്ന രീതിയിലാണ് ഈ ഒരു ദർബാർ ഹാൾ പണി കഴിച്ചിട്ടുള്ളത്. ഈ ഒരു ദർബാർ ഹാളിൻ്റെ ഒത്ത മധ്യഭാഗത്തായി സ്ഥാപിക്കുന്ന ഇരിപ്പിടത്തിലിരുന്നാണ് രാജാവ് പ്രജകളോട് സംവദിക്കാറുള്ളത്. ഇതിനു മുമ്പ് കണ്ട ദർബാർ ഹാൾ ഉപയോഗിച്ചിരുന്നത് രാജാവിന് മന്ത്രിമാരോടും മറ്റു വിശിഷ്ട വ്യക്തികളോടും സംവദിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. ദർബാർ ഹാൾ കഴിഞ്ഞാൽ കൊട്ടാരത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇടമാണ് മണ്ഡപം. മൾട്ടി കളർ ബെൽജിയൻ ഗ്ലാസ് സീലിങ്ങുകളും മയിലിനോട് സാമ്യമുള്ള നിറങ്ങളും ഒരുപാട് മയിലിൻ്റെ കൊത്തുപണികളും ഉൾപ്പെടുത്തി ഒക്ടഗൺ ഷേപ്പിൽ പണികഴിപ്പിച്ചിട്ടുള്ള ഈ മണ്ഡപം ഉപയോഗിച്ചിരുന്നത് കൊട്ടാരത്തിലെ വിവാഹങ്ങൾക്കും മറ്റു വിശിഷ്ട ചടങ്ങുകളും നടത്തുവാനാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ വാസ്തുശൈലിയും അവരുടെ ജീവിതശൈലിയും ഒക്കെ വിളിച്ചോതുന്ന മൈസൂർ പാലസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഈ ഒരു ഗോവണി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് എത്തി. എന്താണ് ആരെപ്പോലുണ്ട് ഉപ്പം മുളകിലുള്ള ബാലൂണ പോലല്ലേ അപ്പം ഇതൊക്കെയാണ് പാലസിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും. അങ്ങനെ പാലസിൻ്റെ പുറത്തെത്തി ഇനി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. ഗുണ്ടൽപേട്ടുള്ള ഗോപാൽസ്വാമി ബെട്ടയാണ് നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത്. ആ കാഴ്ചകൾ അടുത്ത വീഡിയോ കാണാം. സോ മൈസൂർ പാലസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് മീ വിൻസൺ സൈനിങ് ഓഫ്.